പ്രസംഗിച്ചവരെ ഇപ്പോൾ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്. ഈ കൽത്തുറുങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരെ അടച്ചാൽ അതോടുകൂടി സുവിശേഷം അവസാനിക്കുമെന്ന് പാവങ്ങൾ വിചാരിച്ചു പോകുകയാണ്. ഈ സുവിശേഷം അങ്ങനെ അവസാനിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കണം. റോമൻ കാരാഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല സുവിശേഷം. റോമൻ ചക്രവർത്തിമാരുടെ മൂർച്ചയേറിയ വാളിന്റെ മുന കൊണ്ട് മുറിച്ചു മാറ്റുവാൻ കഴിയാത്ത, റോമൻ അഗ്നികുണ്ഡങ്ങളിൽ ഒരിക്കലും യാജ്യമായി തീരാൻ കഴിയാത്ത, ലോകത്തിലെ യാതൊരു ശക്തിക്കും പ്രതിരോധിക്കുവാൻ കഴിയാത്ത കാൽവരിയുടെ കൽപ്പപാദപത്തിൽ വിടർന്ന കരുത്തേറിയ സുവിശേഷം, അതിന് ബന്ധനമില്ല. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ബന്ധനമുണ്ട്, പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ബന്ധനമില്ല. അദ്ദേഹം എഴുതുകയുണ്ടായ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിനെ ബന്ധിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതേ പറയും, എനിക്കാണ് ബന്ധനം, സുവിശേഷത്തിന് ബന്ധനമില്ല. അവിടെ പാട്ട് പ്രാർത്ഥനയെല്ലാം ഉയരുകയാണ്. ഇത്രയും ഉയർന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചു. ഇവർ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പല ശുദ്ധാത്മാക്കളും ഇന്നും വിചാരിക്കുന്നത് ഈ ദൈവദാസന്മാരെ പിടിച്ച് ഈ ജയിലടച്ചാൽ അതോടെ അവസാനിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ അവസാനിക്കുകയില്ല. ഈ ജയിലിന്റെ ചരിത്രം മാറ്റാൻ അറിയാവുന്നവരാണ് ഇവർ. അതുകൊണ്ട് എനിക്കിതുവരെ അങ്ങനെ പോകാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പോയാൽ ഇതുപോലെ ഒരു അവസരം കൈവരുമോ എന്ന് ഞാൻ നോക്കുകയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, ഈ യേശുക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവസാനിക്കുമെന്ന് നീ കരുതരുത്. ഇവിടെ എത്തി നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു കാലത്ത് നാം അറിയുന്നത് പോലെ ഇതാ വരുന്നു പ്രവാചകന്മാർ, അവരെ നിങ്ങൾ ശിക്ഷിക്കുകയുണ്ടായി. അവിടെ അവസാനിച്ചില്ല സുവിശേഷം. ഈ ജയിലിൽ പോകുന്നത് അത്ര മോശമായ കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്നത് പൗലോസ് ശീലാസൊക്കെ ജയിലിൽ പോകുന്നത് മോശമല്ലേ? ജയിലിൽ പോകുന്നത് മോശമായ കാര്യമല്ലേ? കള്ളന്മാർ, മോഷ്ടാക്കർ, കൊള്ളക്കാർ, പിന്നെ വൃക്ക വ്യാപാരികൾ, ഇവരൊക്കെയല്ലേ ജയിലിലെത്തേണ്ടത്? അതുപോലെ തന്നെ കള്ളനാണയം അടിക്കുന്നവരല്ലേ ജയിലിൽ പോകേണ്ടത്? കള്ളക്കച്ചവടക്കാർ, മയക്കുമരുന്ന് വ്യാപാരികൾ, ഇവരല്ലേ ജയിലിൽ പോകേണ്ടത്? പക്ഷെ അവരൊക്കെ പോവുകയില്ലെങ്കിലും ക്രിസ്തു ശിഷ്യന്മാരെ അടയ്ക്കും. പക്ഷേ ഈ ജയിലിൽ പോകുന്ന ഒരു മോശമായ കാര്യമല്ല. യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് ജയിലിൽ പോകുന്നെങ്കിൽ അത് അഭിമാനാർഹമായ കാര്യമാണ്. അതാണ് പൗലോസ് പറയുന്നത്. ജയിലെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് നമ്മുടെ കാശും കൊണ്ടല്ലേ ജയിൽ ഉണ്ടാക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന കരമുണ്ടല്ലോ, ആ ടാക്സ് കൊണ്ടുള്ള പണമാണല്ലോ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ടല്ലേ ജയിൽ ഉണ്ടാക്കുന്നത്. ആ ജയിലിൽ ചെന്നൊരു 10 ദിവസം താമസിക്കുന്നൊരു കുഴപ്പവുമില്ല. പക്ഷേ ജയിലിൽ എങ്ങനെ പോകണം? മോഷ്ടിച്ചിട്ട് പോകരുത്, അന്യായം ചെയ്തു പോകരുത്, കള്ള NOC വിറ്റിട്ട് പോകരുത്. നിങ്ങൾ പോകുമ്പോൾ അതുപോലെ തന്നെ കുഴൽപ്പണ കച്ചവടം ചെയ്ത് പോകരുത്. നിങ്ങൾ ജയിലിൽ പോവുകയാണെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി പോകണം. അത് ഷാർജയിലായാലും വേണ്ടില്ല, സൗദിയിലായാലും വേണ്ടില്ല, ബഹറിലായാലും വേണ്ടില്ല, ഇന്ത്യയിലായാലും വേണ്ടില്ല, യൂറോപ്പിൽ എവിടെയായാലും പോലും നിങ്ങൾ ജയിലിൽ പോകുന്നുവോ സുവിശേഷത്തിന് വേണ്ടി ആയിരിക്കട്ടെ. ആ ജയിലിൽ പോകുന്ന ഒരു തെറ്റായ കാര്യം. ഈ ജയിലിൽ എത്ര മഹാന്മാർ കിടന്നിട്ടുണ്ട്. ഈ ജയിൽ എന്ന് പറയുന്നത് മഹാന്മാർക്ക് വേണ്ടിയുള്ളത്, കള്ളന്മാർക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ രാഷ്ട്രീയമായി പറയാൻ മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇതുപോലെ എത്രയും മഹാത്മാഗാന്ധി, ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയുള്ള എത്രയോ നേതാക്കന്മാർ കിടന്നിട്ടുണ്ട്. മറുവശത്തേക്ക് വന്നാൽ നോക്കിയ എത്ര നേതാക്കന്മാരാണ് ജയിലിൽ കിടന്നത്? പ്രവാചകന്മാരാണ്. മീഖായാവ് ഈ ജയിലിൽ കിടന്നിട്ടുണ്ട്. പ്രവാചകന്മാർ അനേകര പരമ്പര വരുമ്പോൾ ഇരമ്യാവ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൽ ഇതാ വരുന്നു യോഹന്നാൻ, അദ്ദേഹം പ്രസംഗിച്ചു. ഇതാ വരുന്നു യേശു ക്രിസ്തു മാനസാന്തരപ്പെടുക. അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അതിന്റെ തൊട്ടു പിന്നാലെ അവർ വിചാരിച്ചു യോഹന്നാൻ സ്നാപകന്റെ ശിരസ് മുറിച്ചു മാറ്റിയാൽ അതോടെ സുവിശേഷം അവസാനിക്കുമെന്ന്. ഇതാ വരുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. അദ്ദേഹത്തെ ക്രൂശിൽ തറച്ചു. ഇതാ വരുന്നു പത്രോസ്, അദ്ദേഹം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക, അദ്ദേഹത്തെ നിങ്ങൾ കല്ലെറിയുകയുണ്ടായി. ഇതാ തൊട്ടു പിന്നാലെ വരുന്നു സ്തെഫാനോസ്, അദ്ദേഹം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക, അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു പൗലോസ്, നീ ഇവനെ കല്ലെറിയുവാൻ സമ്മതം കൊടുത്താൽ നിന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, നീ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിന്നെ കൊണ്ട് ഇതാ വരുന്നു പൗലോസ്, അദ്ദേഹം പ്രസംഗിച്ചു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുക. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം, മാനസാന്തരപ്പെടുക, അദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഇതാ വരുന്നു തീമോഥെയുസ്, അദ്ദേഹം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക. എബ്രായ ലേഖനം 13-ാം അധ്യായം ഒടുവിലത്തെ വാക്യം. അവിടെ തീമോഥെയുസ് ജയിലിലാണ്. കുറെ കൂടെ കഴിയുമ്പോൾ ഇതാ ഒരു തൊട്ട് പിന്നാലെ അപ്പൊല്ലോസ്, അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹത്തെ ജയിലടച്ചു. ഇതാ വരുന്നു അത്താനാസ്യോസ്, അദ്ദേഹം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക, അദ്ദേഹം തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാ വരുന്നു സിംഗ്ലി, കാൽവിൻ, ലൂഥർ, ആയിരങ്ങൾ ആർത്തിരമ്പി അഗമികയ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. അത് അവസാനിപ്പിക്കുവാൻ യാതൊരു സാമ്രാജ്യ ശക്തിക്കും കഴിയുകയില്ല. അപ്പോസ്തലന്മാർ ജയിലിൽ, ഈ ജയിലിൽ അർദ്ധരാത്രിക്ക് പാട്ടും പ്രാർത്ഥനയും ഉയരുകയാണ്. ഈ പൗലോസും ഇവരും ഇവിടെ കിടന്നപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജനിച്ചതും ചത്തതുമാണ്. പിന്നെ കുറെ പേരും അമിതമായ ശബ്ദം ഉണ്ടാക്കുന്നവരാണ്. അവർ വിചാരിക്കുന്നത് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ അങ്ങ് സ്വർഗത്തിലെത്തിച്ചേരണമെന്നാണ്. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇവിടെ വലിയ പ്രാർത്ഥനാ വീരന്മാരുമുണ്ട്, പ്രാർത്ഥന തൊട്ടുവെച്ച് പ്രാർത്ഥിക്കുന്നവർ. അതുകൊണ്ട് ഇത്ര മണിക്കൂറിന് ഇത്ര മണി, ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ, 60 രൂപ, 1000 രൂപ, അതുപോലെ തന്നെ ഇങ്ങനെ ഫീസ് വെച്ച് പ്രാർത്ഥിക്കുന്ന ദിനകരാദികളൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മഹാവീരന്മാരെല്ലാം പ്രാർത്ഥനാ വീരന്മാരുണ്ട്. ഒരു ചുക്ക് നടക്കാൻ
നടക്കാറില്ല. നേരെ മറിച്ചൊരു കാര്യമുണ്ട്. പൗലോസും ശീലാസും പാട്ടുപാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അപ്പോഴാണ് സംഭവം. ഈ കാരാഗ്രഹം ഇരിക്കുന്ന സ്ഥലം മെല്ലെ ചലിക്കാൻ തുടങ്ങി. ആ പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി. അത് ഭൂമി കുലുങ്ങി എന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. മാത്രമല്ല, കാരാഗ്രഹത്തിന്റെ കവാടം തുറന്നു. ഇവിടെ 3 പാഠമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, നിനക്ക് കർത്താവിന്റെ ശിഷ്യന്മാരെ അടയ്ക്കുവാനുള്ള ജയിൽ പണിയുവാൻ അറിയാം. പക്ഷെ നീ ജയിൽ പണിതിരിക്കുന്നതുണ്ടല്ലോ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയ ഭൂമിയിലാണ്. നീ ക്രിസ്തു ശിഷ്യന്മാരെ ജയിലിൽ അടച്ചാൽ ആ ജയിലിരിക്കുന്ന ഭൂമിയെ കുലുക്കാൻ അറിയാവുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അവൻ ആ ജയിൽ കുലുക്കും. അതുകൊണ്ട് ഭൂകമ്പമുണ്ടായി. പിന്നെ നാം വായിക്കുന്നത് അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആ ചങ്ങല അഴിഞ്ഞു വീഴുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എല്ലാ ചങ്ങലകളെയും അടിച്ച് കുണ്ടറയിലേക്ക് കിടക്കുന്ന വിടുവിക്കുവാൻ വേണ്ടി വന്നവനാണ്. അതിനെതിരെ ഒരു ചങ്ങലയുമില്ല. കാരാഗ്രഹത്തിന്റെ കവാടം തുറന്നു. ആരും ഒരിക്കലും തുറക്കാതെ വണ്ണം അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ദാവീദിന്റെ താക്കോലുള്ളവനാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് നിന്റെ കാരാഗ്രഹത്തിന്റെ കവാടം ഉറച്ചിരിക്കയില്ല. അത്രയുമായപ്പോൾ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അരങ്ങേറുകയാണ്. സമയപരിധി കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ സമയത്ത് ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുകയാണ്. ഇവിടെ അഭൂതപൂർവമായ ഭൂകമ്പങ്ങളും ചങ്ങല അഴിഞ്ഞു വീഴലും കാരാഗ്രഹ കവാടം തുറക്കലും എല്ലാം നടക്കും. പ്രാർത്ഥനയും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഗംഭീരമായി നടക്കുമ്പോൾ മറുവശത്ത് ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഒരുത്തന് ജയിലർ, റോമൻ ജയിലർ, അദ്ദേഹമാണ് ജയിലിൽ സൂക്ഷിക്കേണ്ടത്. റോമൻ ജയിലർക്ക് ഇപ്പോൾ മരിച്ചാൽ മതി. കാരണം ന്യായമായിട്ട് അദ്ദേഹം അനുമാനിച്ചു, ഇത്രയും സൗകര്യം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിന്റെ കവാടവും തുറന്ന് ചങ്ങലയും അഴിഞ്ഞു വീണ് കിട്ടിയാൽ പിന്നെ തടവുള്ളിയാ ചാടിപ്പോകാത്തത്? ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പാർട്ടിയിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ ആളുകൾ ഏതെങ്കിലും ജയിലിലായാൽ എങ്ങനെ പുറത്താക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തിരിച്ചു കഴിയുമ്പോൾ 2 മണിക്കൂർ ആൾ പുറത്തെത്തും. അത് അപ്പത്തിനകത്ത് അരം വെച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ, അന്ന് പറയുകയില്ല. അവിടെ ചുരുക്കി പറഞ്ഞാൽ ആൾ പുറത്തു വരും. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ജയിലുണ്ടല്ലോ, ഈ ജയിലിനകത്ത് ഇപ്പോൾ ദൈവം പ്രവർത്തിച്ചപ്പോൾ ഇവിടെ മറുവശത്ത് ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണ്. പലയിടത്തും അങ്ങനെയാണ്. ഈശ്വരൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ചിലർക്ക് ആത്മഹത്യ ചെയ്തേ തീരുകയുള്ളൂ. അതിനുവേണ്ടി മോഹിക്കുകയാണ്. എന്താണ് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി ആത്മഹത്യക്ക് പോവുകയാണ്. അദ്ദേഹം ചോദിച്ചു, വെളിച്ചം എവിടെ? എന്തിന്? തന്നെ ഏൽപ്പിച്ചിരിക്കുക തടവുള്ളികൾ ചാടിപ്പോയിരിക്കുകയാണ്. അന്നത്തെ റോമൻ നിയമം ഇതാണ്, ഏതെങ്കിലും ഒരു ജയിലറെ ഏൽപ്പിച്ചിരിക്കുക തടവുള്ളി അവൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയാൽ പിറ്റേ ദിവസം വിസ്താര വിധേയമായിട്ട് ഈ ജയിൽ പുള്ളി ഏത് ശിക്ഷ അനുഭവിക്കണോ ആ ശിക്ഷ ഈ ജയിലർ അനുഭവിക്കണം. അങ്ങനെ ജയിലർ അനുഭവിക്കേണ്ടി വരും, നിയമഹസ്തത്തിൽ വീഴണം. ഈ തടവുള്ളികൾ ചാടിപ്പോയി എന്ന് ഇദ്ദേഹം നേരെ അങ്ങ് അനുമാനിച്ചിട്ട് വിചാരിച്ചു, നാളെ ശിക്ഷ വനിക്കണം. ആ ശിക്ഷ ലഭിക്കാതിരിക്കേണ്ടതിന് ഇന്നേ മരിച്ചേക്കാമെന്ന് കരുതിയാണ് ഇയാൾ മരിക്കാൻ തുടങ്ങുന്നത്. ഈ മരിക്കാൻ തുടങ്ങുന്ന ആളുകൾ ആത്മഹത്യ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം മരിക്കുക അല്ലേ? മനുഷ്യൻ മനസ്സോടെ മരിക്കുന്നതിനാണ് ആത്മഹത്യ. പക്ഷെ ഞാനങ്ങനെ സമ്മതിക്കുകയില്ല. ആത്മഹത്യ എന്ന് പറയാൻ മനുഷ്യൻ മനസ്സോടെ മരിക്കുന്നതാണ്. അത് ഈ ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടത്തുന്നത്. ഇതല്ല ആത്മഹത്യ. യഥാർത്ഥത്തിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സോടെ നരകത്തിലേക്ക് പോകുന്നതാണ്. അതാണ് യഥാർത്ഥ മരണം. അതുകൊണ്ട് മനുഷ്യൻ മനസ്സോടെ നരകത്തിലേക്ക് പോകുന്നതാണ് യഥാർത്ഥ ആത്മഹത്യയെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഏവരും ഈ ആത്മഹത്യയിലാണ്. ഇവിടെയും ഇപ്പോൾ ദുബായിലും ഈ സദസ്സിലും അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഈ പാപത്തിൽ തന്നെ ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ ആത്മഹത്യാപരമായി ജീവിക്കുകയാണ്. പാപം നിങ്ങളെ നയിക്കുന്നത് ഈ ഭയാനകമായ ആത്മഹത്യയിലേക്കാണ്. ഇവിടെ കുറെ ആത്മഹത്യയുടെ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെയും നടന്നിട്ടുണ്ട്. അത് എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല.